ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്നറിയോ? കൊടിസിനിയുമല്ല, കിർമാണി മനോജോ, ട്രൗസർ മനോജോ, ഷാഫി അടക്കമുള്ള ഏത് വൃത്തികെട്ട കൊലപാതകങ്ങൾക്കും ഏത് പ്രതികൾക്കും കുറ്റവാളികൾക്കും ഒക്കെ ഇത്തരം കൊലപാതകങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ മനുഷ്യാവകാശമുണ്ട്. അതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുമാണ്. അതിലൊന്നൊരു തർക്കവുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കൊടിസുനിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം സംസാരിക്കുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇപ്പൊ ഹസ്കറിനെ പോലുള്ള ആളുകൾ, ഇവരെന്തെങ്കിലും ഈ TP ചന്ദ്രശേഖരന്റെ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ 10-12 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നാവൊന്ന് അനക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരിക്കൽ പോലും നാവനക്കാത്ത ആളുകൾ കൊടിസുനിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴാണ് ഇതിലൊരു പ്രശ്നം വരുന്നത്. ഇനി കൊടിസുനിക്ക് മനുഷ്യാവകാശത്തിന് അർഹതയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ ആ അർഹത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജയിലിൽ കിടക്കുമ്പോഴും പരോളിൽ ഇറങ്ങുമ്പോഴും വീണ്ടും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ മനുഷ്യാവകാശം ചിലപ്പോൾ അനുവദിക്കാൻ പ്രയാസമുണ്ടാവും പൊതുസമൂഹത്തിന്. അത് അങ്ങനെയല്ലേ ഒരു പരിഷ്കൃത സമൂഹത്തിന് കാണാൻ പറ്റൂ? ജയിലിൽ കിടന്നിട്ട് ഇതിപ്പോ ഹസ്കർ പറഞ്ഞ വാദമില്ല, ആദ്യം പറഞ്ഞ ആ താത്വിക അവലോകനം, അത് ഹസ്കറിന്റെ അല്ല. ആ P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് വിശദമായിട്ട് വായിച്ചു നോക്കണം. അതിൽ P. ജയരാജൻ എഴുതി ന്യായീകരിച്ചിരിക്കുന്ന വാദമാണ് ജയിലുകൾ കറക്ഷണൽ ഹോമാണ്, അതുകൊണ്ട് ജയിലിൽ പോകുന്ന ആളുകൾക്കുള്ള മനുഷ്യാവകാശത്തെ കുറിച്ചിട്ട് ആ പറഞ്ഞിരിക്കുന്ന ആ ഗിരിപ്രഭാഷണമാണ് ഹസ്കർ പറയുന്നത്. ഹസ്കർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും താത്വിക അവലോകനമാണെന്ന്. അല്ല, P. ജയരാജന്റെ അതേ സാധനം എടുത്തിട്ട് തട്ടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുറച്ചു കാലം മുമ്പല്ലേ 56 കുറ്റവാളികൾക്ക് ജയിലിൽ നിന്ന് ഇളവ് കൊടുത്ത് പുറത്തേക്ക് വിടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ ലിസ്റ്റിൽ TP ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികൾ കുറ്റവാളികൾ പെടുന്നത്? അപ്പോൾ അത് പറഞ്ഞ് അശ്രദ്ധമായിട്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്നു. അവസാനം ആ ലിസ്റ്റ് പുറത്തു വന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും ആ ലിസ്റ്റ് പുറത്തു വരാൻ കാരണക്കാരെ എന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ നടത്തുക, അല്ലെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്തു സർക്കാർ, അല്ലേ? മാത്രമല്ല, അത്തരത്തിലുള്ള ആ പുറത്തുവിടാൻ തീരുമാനിച്ച ബാക്കി ആളുകളെ കൂടി ജയിലിനകത്ത് തുടരാൻ തീരുമാനിക്കുകയാണ് സർക്കാർ. അപ്പോൾ ആ ബാക്കി 52 പേരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് ഈ സർക്കാരിനോ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കോ താല്പര്യമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്നല്ല പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആ നിർദ്ദേശത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അത് തെറ്റിദ്ധരിക്കപ്പെടാനും അല്ലെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുള്ള ഒരു നിർദ്ദേശം കൊടുത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ ആ നിർദ്ദേശം പോലും പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് എന്റെ പക്ഷം. കാരണം ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾക്ക് പരോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് സംവിധാനങ്ങൾക്ക് ഒത്താശ നൽകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള നിർദ്ദേശം കൊടുത്തു തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കോടതികൾ വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് പക്ഷം. അത് അവിടെ മാത്രമല്ല, ഇനി മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിന്റെ ബാക്കി മെറിറ്റിലേക്ക് പോയിട്ടുണ്ടോ? ഇവിടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചു എന്ന് പറയാം. കൊടിസുനിക്ക് ഇതിനു മുമ്പ് പരോൾ കിട്ടിയപ്പോൾ എന്ത് പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നത്? സ്വർണം പൊട്ടിക്കൽ, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ, അല്ലെങ്കിൽ അതുപോലുള്ള ക്രിമിനൽ കേസുകളിൽ ഏർപ്പെട്ട ഒരാള്, ഇരട്ട ജീവപര്യന്തത്തിൽ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് മനുഷ്യാവകാശം ഉണ്ട് എന്ന് പറയാൻ പോകുന്ന ഇത്തരം ഏജൻസികളൊക്കെ TP ചന്ദ്രശേഖരന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. മാത്രമല്ല, അഭിലാഷ് ഒരു മിനിറ്റ് കൂടി തന്നാൽ മതി. ഈ കഴിഞ്ഞ ദിവസം അഭിലാഷ് ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചു, ശ്രീജിത്ത്, അതായത് നിഖിൽ വധക്കേസിലെ ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത ഉന്നതരായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ ആരൊക്കെയാ? ഷുക്കൂർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള P. ജയരാജൻ എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ MP ജയരാജൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി, അതുപോലെ നവീൻ ബാബുവിന്റെ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യ, ആകാശ് തിലങ്കേരി ആരാ? ഷുഹൈബ് വധക്കേസിലെ പ്രതി, ഷാഫി ആരാ? TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി. അങ്ങനെ നിരവധിയായിട്ടുള്ള കൊലക്കേസിലെ പ്രതികൾ പങ്കെടുത്ത ഒരു ഗൃഹപ്രവേശന ചടങ്ങിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നതിന് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇവര് ഈ കൊലക്കേസിലൊക്കെ പെടുമ്പോൾ പറയുന്നത് എന്താ? പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന. കഴിഞ്ഞ ദിവസം പെരിയ കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നല്ലോ, അതിൽ കോടതിയുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോൾ ഇവർ പറഞ്ഞ എന്താ? ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ ജില്ലാ കമ്മിറ്റി അംഗം വരെയുള്ള കൊടും കുറ്റവാളികൾ കേസിൽ പ്രതിയാകുമ്പോഴും ഇവർ പറഞ്ഞ പാർട്ടിക്ക് ബന്ധമില്ലെന്ന. ഇന്ന് P. ജയരാജൻ പറഞ്ഞൊരു വാദമുണ്ട് ഫേസ്ബുക്കിൽ, കൊടിയുടെ നിറം നോക്കരുത്. അപ്പൊ കൊടിയുടെ നിറം ഏതാണെന്ന് ഇവർ സമ്മതിച്ചില്ലേ? അത് CPM-ന്റെ കൊടിയുടെ നിറമാണെന്ന് ഇവർ സമ്മതിച്ചില്ലേ? ഇവിടെ നല്ല കമ്മ്യൂണിസ്റ്റായ TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിക്കുന്നു. കൊടിസുനിയെ പോലെ, കിർമാണി മനോജിനെ പോലെ, ട്രൗസർ മനോജിനെ പോലുള്ള കൊടും കുറ്റവാളികൾക്ക് കൊടി കൊടുത്തുകൊണ്ട് ഇവർ അവരെ മാർക്സിസ്റ്റ് വിപ്ലവകാരികൾ എന്ന് വിളിക്കുന്നു. ഇവർ കാപ്പ കേസിലെ പ്രതികൾക്ക് കൊടി കൈമാറുന്ന മന്ത്രി വീണയും ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള ആളുകളാണ് ഈ പാർട്ടിയെ ഈ കൊടും കുറ്റവാളികളുടെ കയ്യിലേക്ക് കൊടി കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്നത്. ഈ പാർട്ടിയും ഈ സർക്കാരും ഇതുപോലുള്ള കൊടും കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് എടുക്കുന്നത്.